അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് കൊല്ലത്തേക്ക് ഇന്നക്ക് അഞ്ചാമത്തെ കൊല്ലം. അപ്പൊ ഇന്ന് പോയിട്ട് നമ്മള് എന്താക്കുന്നത് ബലിയിടാൻ പോണേ കാവേരിന്റെ ഇവിടെ അമ്പലമുണ്ട്. ഞാനും അനിയനും കൂടി ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഉണ്ട് അല്ലേ? മഴ ഉണ്ടാവുമ്പോ ഇവിടെല്ലാം അട്ട നിറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കച്ചറടിക്കുമ്പോൾ പൂടുമ്പോഴെല്ലാം അട്ട കടിച്ചിട്ട് ഇപ്പൊ വെയിൽ വന്നപ്പാട് അട്ടയെല്ലാം പോയി. അപ്പൊ നമ്മളിന്ന് അച്ഛന്റെ ഇതാണ് വന്നിട്ടുള്ളത്. നമ്മള് ശിവന്റെ അമ്പലത്തിന് ഇന്ന് അപ്പൊ ശാന്തി വന്നിന് നമുക്ക് ബലിയിടാൻ പോവാം. സ്വാമി നേരായിട്ട് ആ ഗുരുസ്വാമി നേരിടുന്ന മാതിരി കാണുന്നുണ്ട്. അങ്ങനെ തോട്ടത്തിലുള്ള കാപ്പി തോട്ടത്തിലുള്ള കച്ച അടിക്കുന്ന 2 ചാല് 3 ചാലെല്ലാം കൊടുക്കും അല്ലേ? 2 ചാലും 3 ചാലെല്ലാം തരുമോ? അത് രാവിലെ 8 മണിന്ന് 8-8:30 മണിന്ന് 4 മണി വരെ എല്ലാം അടിക്കണോ? അത് അടിച്ചാലേ എല്ലാവരുടെ ശമ്പളം കൂലി തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ഇല്ല പറഞ്ഞെങ്കിൽ അന്നത്തെ ദിവസത്തെ കട്ട. അപ്പൊ ഇതിങ്ങനെ അടിച്ചു പോകണം. ഞാനാ നീയാ പറഞ്ഞിട്ട് പോവോ, അവരെ ബാക്കിൽ നമ്മള് പോകും. നടുവല്ല വേദന എടുക്കുമല്ലോ ഇത്? അതെ, നടു വേദന എടുക്കും. പിന്നെ ഈ കൈ ഉണ്ടല്ലോ, ഈ കയ്യും വേദന എടുക്കും. ഇതാണ് ഡബ്ബയും ഒരു കൊക്കയും. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കണം. നല്ല എത്ര കഷ്ടപ്പെട്ടതല്ലേ നമ്മൾ നല്ല വളർത്തിയെടുത്തത്. ഇങ്ങനെ കച്ച അടിച്ചിട്ടും തോട്ടത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും അല്ല അമ്മ? വേഗമായിട്ടുണ്ടെങ്കിൽ കറാറ് പിടിച്ചിട്ട് വേറെ പണിയും എടുക്കും. വേഗമായിട്ടുണ്ടായെങ്കിൽ എന്താ പറഞ്ഞ അധികം പൈസ കിട്ടുമ്പോ കുഞ്ഞു മക്കളല്ലേ ഉള്ളത്. അങ്ങനെ അതിന് വേണ്ടിട്ട് എങ്ങനെയോ ആയിട്ട് എന്റെ മക്കൾ വളർന്നത് എനിക്കേ അറിയുള്ളൂ. ദൈവം വളർത്തി കൊടുത്തങ്ങനെ ആയി. അതെ, ഇപ്പൊ എനിക്ക് സുഖമായി എന്റെ കുട്ടികളിനെ കൊണ്ട്. അവിടെ എത്ര നരകം മണ്ണൊന്നാണ്, അതിന്റെ ഇരട്ട സുഖം എനിക്ക് ഇപ്പൊ കിട്ടീന്ന്. അതിന് കുഴപ്പമില്ല. അതെ, കൊത്തുണ്ടല്ലേ, അതിന്റെ കഷ്ടം എടുക്കുന്നവർക്ക് അറിയൂ. നിന്ന് നോക്കണം തോന്നുവോ? അത് എടുക്കുന്നവർക്ക് അതിന്റെ പാടല്ലേ. എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട് അമ്മ അങ്ങനെ പറയുമ്പോ. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തോട്ടത്തില് നമ്മളെല്ലാം വളർത്തിയതും പിന്നെ അങ്ങനെ തോട്ടത്തില് കച്ചവടിച്ചിട്ടും തോട്ടത്തിലെല്ലാ പണിയും കറാറ് പിന്നെ വൈകുന്നേരം വന്നിട്ട് പണിക്ക് പോയിട്ട് എല്ലാം ആക്കിയിട്ട് എത്ര കഷ്ടം വന്നിട്ട് നമ്മളെ നോക്കിന്. അതിപ്പോ ഒന്ന് ഓർമ്മ വരുന്നുണ്ട്. അമ്മ ഞാൻ ചെറുതിലിരിക്കുമ്പോ അമ്മ ചെറിയ കുട്ടി മണികണ്ഠന് പിന്നെ എൻ്റെ അനിയന്മാരെല്ലാം ചെറുത് അവർക്ക് പാല് കൊടുക്കാൻ വരുമ്പോൾ അമ്മയുടെ ചാക്കേ നോക്കൂ. എവിടെ കളിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വരും. എന്താ പറഞ്ഞാൽ അമ്മയുടെ ചാക്കിൻ്റെ ഉള്ളിൽ ഒരു ജോബ് ഉണ്ടാവും. ആ ജോബിൽ ഒരു അമ്മക്ക് കൊടുക്കുന്ന ഒരു തിണ്ടി അമ്മ തിന്നാണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് കൊടുക്കും.
ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്നവർ തിന്നിട്ടും തിന്നാണ്ടും വരൂ പറഞ്ഞിട്ട് ചായ കടി കൊണ്ടുവരൂ എല്ലാരും തിന്നു. ഞാൻ ഇവനെ ഓർത്തിട്ട് ഇവനാ ഓടി കളിച്ചോണ്ടുണ്ടായത് അവർ രണ്ടാള് ചെറിയ മക്കള്. അപ്പൊ ഞാൻ ആ എണ്ണന്റെ തുണി ഇനിയും പോയിട്ടില്ല എന്നാ പറയൂ അച്ഛന് കവിതന്റെ. എണ്ണന്റെ തുണി ഇനിയും പസയുണ്ട് എന്ന് പറയൂ. പിന്നെ മുറുക്കുണ്ടല്ലേപ്പാ, ആ മുറുക്കിൻ്റെ മേലെ കയറിയിട്ട് കണ്ടിട്ട് പനിയും ആയ പിന്നെ ഞാൻ കയറിയിട്ട് അത് കൊത്തു. താഴെ നിന്ന് ഒരു പൊടി പൊടിയായിട്ട് സൗറു അയ്യാ. അങ്ങനെയല്ല പാട് പറഞ്ഞതിന് എൻ്റെ മക്കൾ എങ്ങനെ വളർന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പം അതിൻ്റെ സുഖം തേച്ചു എൻ്റെ മടിയിൽ വന്നിട്ട് വീണിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ കാട്ടി ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്നിരിക്കുമ്പോ ഈ പഴയ ഓർമ്മയെല്ലാം ഓർത്തു പോയതാ. അതെപ്പാ അതെ. ഇളകിയതപ്പോ നല്ല വൃത്തിയായി. അതെ, ഇനി ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ കിളച്ചിട്ട് അതെ, എന്തെങ്കിലും ബീൻസോ എന്തെങ്കിലും വിത്ത് ഇട്ട് കൊടുക്കാം. അതെ അതെ. ഇത് നോക്കുമ്പോട്ടെ, ഇത് അവിടെ 7th മൈലിൽ ഉണ്ടാവുമ്പോ ചെറിയൊരു തയ്യാണോ. ഇപ്പൊ നോക്ക്, ഇത് വലുതായി, ഇതാ ഇത്ര വലുതായി. അതെ അതെ, എന്റെ അത്ര വലുതായി. ഇത് മാങ്ങ ചെടി അത്ര എല്ലാം അവിടുന്ന് കൊടുന്ന്. അതെ. പിന്നെ 2-3 ഉണ്ടായാലേ ചത്തുപോയി. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓക്കെ. അതിശയം, ഇത് കീരം കീരി ഈ മയ പൂസ് പറയണ്ടല്ലേ, കിരി 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 കിരിന്ന് കറിയല്ലേ ആ പൂസ്. ഇതാ മുട്ട. ഇത് മുട്ടന്ന് വിരിഞ്ഞു വരുന്ന പൂസ്. ജീവണ്ട്, ചത്തിട്ടൊന്നല്ല. അതെ. ചെക്കൻ പോയിട്ട് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് അമ്മേൻ്റെ അടുത്ത് കാണിച്ച് അതെല്ലാവർക്കും കാണിക്കട്ടെ പറഞ്ഞിട്ട് കാണിച്ചു. ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതെ അതെ. കുഞ്ഞു വിരിഞ്ഞു വരുന്ന അതെ. അതിന്റെ പുറം പൊട്ടിയിട്ട് അതിന് ഈ കുട്ടി വരുന്നത്. ഇത് ജീവണ്ട്. ഇത് അതെ. ഇന്ന് കൊണ്ടുപോയിട്ട് ഒരു നല്ല പൂച്ചട്ടിൽ നല്ല വെക്കട്ടെ. അതെ, വെക്കട്ടെ. വെള്ളം തട്ടണ്ടേ? നിച്ചു ഫ്രൂട്ട്സ് സൈഡിൽ വെക്കട്ടെ. ഉണ്ടല്ലോ അവിടെ നിൽക്കും. ഇവിടെ ഗേൾസ് അവിടെ ബോയ്സ്. നമ്മള് അച്ഛനക്ക് വെള്ളമാണ് കൊള്ളത്തിന് ഒരിക്കൽ കൊള്ളം തികഞ്ഞതിന് അത് ഇവിടെ പതിവാണ്. കൊല്ലം ആവുമ്പോ ആ മറിച്ച തീയതി വരുമ്പോ ഞങ്ങൾക്ക് വെള്ളം വേണം. അല്ലെങ്കിൽ കർക്കിടത്തില് വെള്ളം വേണം. കർക്കിടത്തിൽ വിളമ്പിട്ടില്ലാന്ന് പറഞ്ഞാൽ കൊല്ലം തികയുമ്പോ വെള്ളം വേണം. അത് ആദ്യം വിളമ്പിട്ട് വിട്ട ഒന്നുമില്ല മകയിതാ. ഇല്ലെങ്കിൽ കൊല്ലം ഇങ്ങനെ നമ്മളുള്ളവരെ എൻ്റെ തല മറിഞ്ഞ മക്കള് ഇങ്ങനെ വിളമ്പാനുണ്ട്. അങ്ങനെ ഇന്നലെ എല്ലാരും കൂടി ഞങ്ങൾ കുട്ടികളും എല്ലാരും കൂടി അച്ഛനക്ക് വിളമ്പിയതാണ്. അതിനെല്ലാരും നമ്മൾ പോയിട്ടുണ്ടായി. പോയിട്ടല്ല വന്ന് സന്തോഷത്തില് വിളമ്പി എല്ലാം കൊടുത്തിട്ട് 7 മണിക്ക് വിളമ്പി. പിന്നെ കവിതക്ക് ഇപ്പൊ ചെറിയ കുഞ്ഞുള്ള കൊണ്ട് അവളിനെ വരുത്താനില്ല. അതിനെ കൊണ്ട് പിന്നെ നാട്ടില് പിന്നെ വലിയ അങ്ങനത്തെ പതിവ് ഇല്ലപ്പ.
ഇവിടെ പിന്നെ ഓരോരുത്തർ ആ പതിവ് വെച്ച കൊണ്ട് നമുക്ക് ചെയ്യാണ്ടിരിക്കാനൊന്നും ആവുന്നില്ല. അങ്ങനെ നമ്മളും ചെയ്തു. അതൊരു ഇഷ്ടപ്പെടുന്നതപ്പ അവർക്കൊരു ഇത് സാന്തിനെ വെച്ചിട്ട് ഒരു പൂജയും എല്ലാം കൊടുക്കുമ്പോ അവർക്കൊരു മനസ്സിക്കൊരു തിരുപ്പതി ആവൂ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സന്തോഷം. അവരുടെ പേരില് നമ്മൾ അതെല്ലാം ചെയ്താല് മനസ്സ് സമാധാനായിട്ടുണ്ടാവൂ പറയുന്ന ഒരു നമുക്ക്. കാവേരിക്ക് പോയിട്ടില്ല. ഇവിടെ ശിവന്റെ അമ്പലം ഉണ്ട് അടുത്ത്, കമ്പിവണ പറയുന്നിടത്ത്. അവിടെ പോയിട്ട് കുട്ടികളും ആൺകുട്ടികളും എല്ലാം പോയിട്ട് അവിടെ പിണ്ടം മുട്ടിട്ട് 7 മണിക്കാണ് വിളമ്പിയത്. അങ്ങനെ എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും കൂടി 7 മണിക്കെല്ലാം വിളമ്പി 8 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ആന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മടങ്ങൂല്ലപ്പ. എനക്ക് ആ പടി കയറാനോ ഇറങ്ങാനോ ആനില്ലല്ലോ ഇപ്പൊ. അതിനെ കൊണ്ട് ഇവിടേക്ക് തന്നെ വന്നു ഞങ്ങ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണോ, ഷെയർ ആക്കണോ, അതെപ്പാ. ബൈ. ബൈ.